Good afternoon. Good afternoon. Okay, good afternoon. എന്ത് പിള്ളേരൊന്നുമില്ലല്ലോ. രണ്ടാള് മാത്രമുള്ളല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എംപ്ലോയി സേഫ്റ്റി അല്ലെ, അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് കുറിച്ച് ലോസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 5th പോയിന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് 6th പോയിന്റ് നോക്കാം. കോസിംഗ് casting of new machinery. Section 26. In factories established post commencement of the Act, it is mandatory that every screw, key or bolt of a revolving shaft be fitted in Indian bond spur or and other gear is covered and protected in view of safeguarding the workman. The sellers also need to sell this machinery in proper cases or covering, and the state government can provide further rules in this respect. ഇവിടെ പറയുന്നത് എന്താണ്, ഈ നമ്മള് ന്യൂ മിഷണറീസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെ, നമ്മൾക്കറിയാം ഓർഗനൈസേഷനിൽ വളരെയധികം മിഷണറീസ്, അതുപോലെ തന്നെ സ്പെയർ പാർട്സുകളുടെ ഒക്കെ ആവശ്യം ധാരാളം ഉണ്ടല്ലേ. പല മെഷീൻസ് ആയാലും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ പല മിഷണറീസും ആവശ്യമായിട്ട് വരുന്നുണ്ട്. കുറെ സ്പെയർ പാർട്സുകളായാലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോ അതൊക്കെയാണ് പറയുന്നത്. സ്ക്രൂ, കീ, ബോൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഷഫ്റ്റ്, റിവോൾവിംഗ് ഷഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പോല്, അതുപോലെ തന്നെ വീല്, സ്പിൻഡിൽ എന്ന് പറഞ്ഞാല് ഈ നൂല് ചുറ്റുന്ന തണ്ടുകള്, അങ്ങനെ. അതുപോലെ തന്നെ ബ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനം പറ്റിയിട്ടുള്ള ഐറ്റംസുകൾ. അപ്പോ അതുപോലെ തന്നെയുള്ള ഐറ്റംസുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് പ്രോപ്പർലി ആയിട്ട് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ സേഫ് ഗാർഡ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. സെല്ലേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ മിഷണറീസും പ്രോപ്പർ ആയിട്ട് കവറിങ്ങിലൂടെ വേണം കൊടുക്കാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുമ്പോൾ എന്താണ്, അത് ചിലപ്പോ എന്താണ് മിസ്സിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ആളുകൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എന്താണ് ചിലപ്പോ പരിക്ക് പറ്റാം, അല്ല പല കാര്യങ്ങളും ചിലപ്പോൾ മുറിവുണ്ടാവാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് കവറിങ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വേണം, പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിട്ട് വേണം സെല്ലേഴ്സ് അത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ 26 കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 26 മനസ്സിലായില്ലേ? നമ്മള് എന്താണ് ഓർഗനൈസേഷൻ ഒരു മിഷണറിയുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് കവറിങ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. കവറിങ് ഉണ്ടായിരിക്കണം. സെല്ലേഴ്സ് അത് വിൽക്കുമ്പോൾ അത് പ്രത്യേകിച്ചും അവർ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിട്ട് വേണം ബയേഴ്സിന് നൽകാനായിട്ട്. ഓക്കെ, അപ്പോ അതാണ് 26 പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് 7 പോയിന്റ്. Prohibition of employment of women and children near cotton opener. Child workers and women are not allowed to work in a factory that involve the pressing of cotton in which the cotton opener is at work. They are, however, permitted to work on the side premises where the feed and is located and the
into are separated using partition. Inspector of a factories is required to give a written permissions in this regard. അപ്പൊ എന്താണ് ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത്? ഈ കോട്ടൺ ഓപ്പണർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുണി വ്യവസായത്തില് പരുത്തി നാരുകള് സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന യന്ത്രമാണ് കോട്ടൺ ഓപ്പണർ എന്ന് പറയുന്നത് കേട്ടോ. തുണി വ്യവസായത്തില് പരുത്തി നാരുകൾ സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് കോട്ടൺ ഓപ്പണർ എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മള് എംപ്ലോയ്മെന്റില് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ കോട്ടൺ ഓപ്പണർ ഉള്ളിടത്ത് വുമൻസിനെയും ചിൽഡ്രൻസിനെയും നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ ലോ ആണ് സെക്ഷൻ 27 പറയുന്നത്. ഓക്കെ, അപ്പൊ തൊഴിൽ നിയമങ്ങളിലും അതുപോലെ തന്നെ ചട്ടങ്ങളിലും അതിന്റെ പശ്ചാത്തലത്തില് കോട്ടൺ ഓപ്പണർ പലപ്പോഴും അപകടകരമായിട്ടുള്ള തൊഴിലിലെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കോട്ടൺ ഓപ്പണർ എന്താണ് കുട്ടികളെയും അതുപോലെ തന്നെ വുമൻസിനെയും നമ്മള് കൊണ്ടുവരാറില്ല. അവർക്ക് എന്താണ് പ്രൊഹിബിഷൻ, അവരെ തടയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോട്ടൺ ഓപ്പണർ ഉള്ളിടത്ത് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വുമൻസിനായാലും അവരെ ജോലി ചെയ്യിപ്പിക്കാറില്ല സാധാരണയായിട്ട്. പല അപകട സാധ്യതകള് കോട്ടൺ ഓപ്പണർ മൂലം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കാത്തത്. ഇനി എന്താണ്? There are however permitted to work on the side premises where the feed and is located and to the spread using a partition. Inspector of the factory is to require to give the written permissions in this regard. എന്താ പറയുന്നത്? അതുകൊണ്ട് തന്നെ തൊഴിലാളികളിലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സുരക്ഷാ മാർഗങ്ങൾ, നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കുട്ടികളിലും അതുപോലെ തന്നെ സ്ത്രീകള് കുട്ടികളായിട്ടുള്ളവരെ ജോലി ചെയ്യാം, അതുപോലെ തന്നെ സ്ത്രീകള് ജോലി ചെയ്യാം അല്ലെ. അപ്പൊ അവർക്കുള്ള പല നിയന്ത്രണങ്ങള് നിലവിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോട്ടൺ ഓപ്പണർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളില് ഇങ്ങനെയുള്ള സ്ത്രീകൾക്കായാലും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും കുട്ടികളും ജോലി ചെയ്യാനായിട്ട് വരാല്ലേ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെയും കുട്ടികളെയും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്ഷൻ 27 പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, 6th and 7th one. 6th one and 7th one ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം. Lifts and hoists, lifting machines and others. Section 28 to 29. രണ്ട് സെക്ഷനും കൂടിയാണ് ഇതിൽ പറയുന്നത്. 28 and 29. Okay. Lift and hoists need to be made for good quality material and properly constructed.
They also need to be efficiently maintained and inspected once every 6 months. The lift, way and hoist. Hoist എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് നമ്മൾ കാണാറുണ്ടല്ലേ, ലിഫ്റ്റുകള്, അതാണ് ഹോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ലിഫ്റ്റ് നമ്മൾ അതുപോലെ തന്നെ എന്താണ് ലിസ്റ്റുകളൊക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടാവാറുണ്ട്. കുറെ കാര്യങ്ങൾ അല്ലെ, പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ലിസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ഓർഗനൈസേഷനിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ എവറി 6 മന്തിലും അത് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ടാണോ, അത് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് വേണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. The lift, way and the hoist need to be covered appropriately. The maximum load to can bear must marked and followed. There must be a door on either side of the lift or hoist used to carry workers. The state government has the authority to give exemption from company with this rules. The chains, ropes, lifting machines, and lifting tags also need to follow the same rules. ഇവിടെ പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം, അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എന്താണ്, നമ്മൾ എവറി 6 months ആകുമ്പോഴും അത് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടോ, റിപ്പയർസ് വർക്ക് വേണോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മാക്സിമം എത്ര ആളുകളാണ് കയറേണ്ടത് അതിനകത്ത്, അതുപോലെയുള്ള മാർക്കിംഗ് സൗകര്യങ്ങൾ എന്താണ് ഈ ലിസ്റ്റിനകത്ത് കണ്ടിട്ടില്ലേ മാർക്കുകൾ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ 0, 1, 2 അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മാർക്ക് ചെയ്യണം, ഫസ്റ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ എത്ര ആളുകളാണ് കയറേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ കാണാറുണ്ട് അല്ലെ. കാണാത്തവർ ലിഫ്റ്റിൽ കയറുമ്പോൾ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അതിന്റെ സെക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്, സെക്ഷൻ 28 to 29. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അത് എന്തെങ്കിലും പീരിയഡ്സ് വർക്ക് ഉണ്ടോ, റിപ്പയർസ് വർക്ക് വേണോ, എവറി 6 months നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റിവോൾവിംഗ് മിഷനറി. Section 30, revolving machinery. In place where grinding is done, it is necessary to put a notice signifying the maximum preference speed that is not dangerous to the work on each grindstones and abrasive wheel. Abrasive wheel എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനുക്കാനുള്ള അതുപോലെ തന്നെ ഗ്രൈൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അരകല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ the maximum secure speed of the spindle or shaft on which the wheel is mounted also need to be displayed. Along with this, the secure revolving speed of every object, basket, vessel, case, flywheels, disc or pulley also need to be maintained. ഇനി 9th വണ്ണിൽ എന്താ പറയുന്നത്, ഗ്രൈൻഡിങ് മെഷീൻസ് പ്രവർത്തിക്കുമ്പോൾ അപകടങ്ങൾ തടയുന്നതിന് കർശനമായ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ആവശ്യകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഗ്രൈൻഡിങ് മെഷീൻസ് പ്രവർത്തിക്കുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, പല ന്യൂസിലൂടെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 30 പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ കർശനമായിട്ട് അതിന്റെ സുരക്ഷകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള പ്രോട്ടോകോളിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ സെക്ഷൻ 30 പറയുന്നത്. ഗ്രൈൻഡിങ് വീലിന്റെ എന്താണ്
പെരിഫറൽ വേഗത നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ചക്രത്തിന്റെയും അനുബന്ധ ഘടകങ്ങളുടെയും ശരിയായ അറ്റകുറ്റപ്പണികൾ, മെയിൻ്റെനൻസ് വർക്കുകൾ ഉണ്ടാവും അല്ലെ. എവിടെയെങ്കിലും ചക്രത്തിലായാലും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ ഉണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം, മെയിൻ്റെനൻസ് തീർത്ത് വെക്കണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആവട്ടെ അല്ലെങ്കിൽ അടുത്ത മാസം ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫാക്ടറീസിലായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ബാധിക്കും. പല സ്റ്റാഫുകൾക്കും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ എന്താ പറയുന്നത്, അറ്റകുറ്റപ്പണി എന്തെങ്കിലും റിപ്പയർസ് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് അപ്പപ്പോ തന്നെ ചെയ്ത് തീർക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കേണ്ട പ്രത്യേക സുരക്ഷാ നടപടികളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഗ്രൈൻഡിങ് മെഷീൻസ് പ്രവർത്തിക്കുമ്പോൾ അപകടങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള സുരക്ഷാ പ്രോട്ടോകോളിന്റെ അതിന്റെ ആവശ്യകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഗ്രൈൻഡിങ് വീലിന്റെ പെരിഫറൽസിന്റെ വേഗത കുറയ്ക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട ചക്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് വർക്കോ റിപ്പയർസ് വർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പപ്പോ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്, സെക്ഷൻ 30 പറയുന്നത്. ഓക്കെ, ലിഫ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ 9th one പറഞ്ഞത് ഗ്രൈൻഡിങ് മെഷീൻസിന്റെ കാര്യങ്ങളാണ്. വായിച്ചു നോക്കി. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് എടുക്കാം. 10th one, pressure plants, section 31. In plants there is a higher pressure than autoperipheric pressure. It is required to make appropriate arrangements to make sure that a suitable working pressure is maintained. The state government can make rules and test any plants machinery of pressure. It can also exempt any plants or machinery from these rules. എന്താണ് pressure plants section വരുന്നത്?
31 ആണ്, 31. അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഷർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാം അന്തരീക്ഷ മർദ്ദത്തേക്കാള് ഉയർന്ന മർദ്ദമുള്ള പ്ലാന്റുകളില് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തന മർദ്ദം നിലനിർത്തുന്നു എന്ന് ഉറപ്പിക്കാനായിട്ട് ഉചിതമായ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി പറയാം. ഇതിന്റെ കൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഉയർന്ന മർദ്ദത്തിലുള്ള പ്ലാന്റുകളിൽ അനുയോജ്യമായ പ്രവർത്തന മർദ്ദം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കാനായിട്ട് ഉചിതമായ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിന് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടും ഏതൊരു പ്ലാന്റിലെയും യന്ത്രങ്ങളിലെയും സമ്മർദ്ദം പരിശോധിക്കാനും കഴിയുന്നുണ്ട്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇതില് ഈ സംസ്ഥാന സർക്കാരിന് അങ്ങനെയുള്ള നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടും അത് കറക്റ്റ് ആയിട്ടാണോ ആ പ്ലാന്റിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പരിശോധിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പ്രഷർ പ്ലാന്റ്സ്? ആ സെക്ഷനിൽ പറഞ്ഞത് എന്താണ്? അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഉയർന്ന മർദ്ദമുള്ള പ്ലാന്റുകളില് അനുയോജ്യമായ പ്രവർത്തന മർദ്ദം നിലനിർത്തുന്നു എന്ന് ഉറപ്പിക്കുന്നതിന് ഉചിതമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായോ? ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടും അതിനെ അനുബന്ധമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടും അതുപോലെ ഏതൊരു പ്ലാന്റിന്റെയും യന്ത്രങ്ങളിലെയും സമ്മർദ്ദം പരിശോധിക്കാനായിട്ടും അവകാശമുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫ്ലോർസ് ആൻഡ് സ്റ്റെയർസ് ആൻഡ് means of access, section 32. Maintenance of stairs, floors, steps, passages of gangway എന്നുണ്ടെങ്കിൽ ഇടനാഴികൾ കേട്ടോ. ഇടനാഴികള്, സീറ്റുകൾക്കിടയിലുള്ള ഇടനാഴി, gangway should be perfect. And rails can also be made available for more security. Every factory should provide its employees with a safe access to the workplace. If the person is working at the place where he has a risk to fall down from a height more than 2 meters, it is required to do fencing or follow other security techniques to safeguard the worker. എന്താണ് ഈ സെക്ഷനിൽ സെക്ഷൻ 32 പറയുന്നത്? ഫ്ലോറുകള്, സ്റ്റെയേഴ്സുകള്, അതുപോലെ തന്നെയുള്ള അങ്ങനെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. പടികള്, നിലകള് അല്ലെ, ഫ്ലോറുകള്, സ്റ്റെയേഴ്സുകള്, സ്റ്റെപ്പുകള്, ഇടനാഴികള്, ഗ്യാങ്വേസ് അല്ലെ, ഇടനാഴികള്. അപ്പൊ അങ്ങനെയുള്ള അറ്റകുറ്റപ്പണികള് എന്തായിരിക്കണം? നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മികച്ചതായിരിക്കണം. മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ അറ്റകുറ്റപ്പണികൾ നല്ല രീതിയിൽ മികച്ചതായിരിക്കണം. എന്തായിരിക്കാൻ കാരണം? കൂടുതൽ സുരക്ഷിതമായിട്ട് ഹാൻഡ് റെയിൽസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഓർഗനൈസേഷനിൽ പല കാര്യങ്ങളുണ്ട് അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതുപോലെ തന്നെ പടികൾ ഉണ്ടാവാം, ഫ്ലോറുകള്, ഗ്രൗണ്ട് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, അങ്ങനെയുള്ള പല ഫ്ലോറുകളും ഉണ്ടാവും. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പടികൾ ഉണ്ടാവാം, ഹാൻഡ് റെയിൽസ് പിടിപ്പിച്ചിട്ടുണ്ടാവാം അതിന്. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ അവിടെ ആളുകൾക്ക് വേണ്ടിയിട്ട് വെക്കുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് ആയിരിക്കണം. മെയിൻ്റെനൻസ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മികച്ചതായിരിക്കണം. ഓക്കെ, സുരക്ഷിതമായിട്ട് ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മികച്ചതായിരിക്കണം എന്ന് പറയുന്നത്. ഓരോ ഫാക്ടറിയും അതിന്റെ ജീവനക്കാർക്ക് ജോലി സ്ഥലത്ത് സുരക്ഷിതമായിട്ട് പ്രവേശനം നൽകണം അല്ലെ. ജീവനക്കാരെ സുരക്ഷിതരായിട്ട് വേണം നമ്മള് അവിടെ ഫാക്ടറിയിൽ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ 2 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഒരാള് ജോലി ചെയ്യുകയാണെങ്കിൽ തൊഴിലാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വേലി കെട്ടുകയോ ഒരു ഫെൻസിങ്
തടസ്സം അല്ലെ വേലി കെട്ടുകയോ അല്ലെങ്കിൽ മറ്റു സുരക്ഷാ സാങ്കേതിക വിദ്യകള് പാലിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എംപ്ലോയീസിനെ സുരക്ഷിതമായിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് അല്ലെ. ഇനി അവിടെ എന്താണ് പറയുന്നത്, 2 മീറ്ററിൽ കൂടുതൽ ഉയരത്തില് താഴേക്ക് വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അയാളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ സംരക്ഷിക്കണം? ഒരു തടസ്സം അല്ലെ, അയാളെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേലി കെട്ടുകയോ, ഫെൻസിങ് എന്ന് പറഞ്ഞാൽ തടസ്സം, ഓക്കെ, വേലി കെട്ടുകയോ അല്ലെങ്കിൽ മറ്റു സുരക്ഷാ സാങ്കേതിക വിദ്യകള് പാലിക്കുകയോ വേണ്ടത് അത്യാവശ്യമാണ്. അതാണ് അവിടെ പറയുന്നത്. ഫ്ലോറും സ്റ്റെയറുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 32 പറയുന്നത് കേട്ടോ. അവിടെ പറഞ്ഞത് എന്താണ്, ഇങ്ങനെയുള്ള സ്റ്റെയർസുകൾ, നിലകൾ ഉണ്ടാവും, സ്റ്റെയറുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പടികൾ നിർമ്മിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല മെയിൻ്റെനൻസ് വർക്ക് ഒന്നും കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം അത് നിർമ്മിക്കാനായിട്ട്. ഇനി മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വേണം ചെയ്തു തീർക്കാനായിട്ട്. നമുക്കറിയാം, ആളുകൾ നമ്മൾ സുരക്ഷിതമായിട്ട് വേണം നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുപോകാനായിട്ട് അല്ലെ. ജോലിക്ക് വന്ന ആൾക്കാരാണ്, ജോലി ചെയ്യുന്നത് നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവരെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ ഓരോ ദിവസവും കൊണ്ടുപോകാനായിട്ട്. അപ്പോ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് എന്താണ്, അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പടികളായാലും നിലകളായാലും നിർമ്മിക്കുമ്പോൾ ഓരോ ആളുകൾക്കും ചിലപ്പോൾ എന്താണ് അതിലൂടെ പാസ് ചെയ്ത് ഓരോ ദിവസവും നടക്കേണ്ടി വരും അല്ലെ. നമുക്കറിയാം ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോ എന്താണ് സെക്കൻഡ് ഫ്ലോറിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പടികള്, അപ്പൊ അതിനെ പറ്റി പടികള്, നിലകള് ഇതൊക്കെ വേണം. അപ്പൊ അങ്ങനെയുള്ള പെർഫെക്റ്റ്നെസ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ഇപ്പോ 2 മീറ്ററിൽ കൂടുതൽ ആളുകൾ ഉയരത്തില് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്ത് ചിലപ്പോ എന്താണ് താഴെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. ആളുകൾ എംപ്ലോയീസ് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് വീഴാതിരിക്കാൻ, അവരെ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെൻസിങ് അല്ലെ, തടസ്സം എന്ന് പറഞ്ഞാൽ ഒരു വേലി കെട്ടുകയോ അല്ലെങ്കിൽ സുരക്ഷിത സാങ്കേതിക വിദ്യകൾ പാലിക്കുകയോ ആവശ്യമാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം 10 and 11. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് 12 കേട്ടോ. 12ാമത്തെയാണ് ഇവിടെ പറയുന്നത്. പിറ്റ്സ്, സ്റ്റംസ്, ഓപ്പണിംഗ് ഇൻ ഫ്ലോർ ആൻഡ് അതേഴ്സ്. ഓക്കെ, സെക്ഷൻ 33. ഓക്കെ, പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിറ്റ്
പിറ്റ് എന്താണ്? എന്താ മീനിങ് പിറ്റ് എന്ന് പറഞ്ഞാല്? പിറ്റ് എന്താ അറിയില്ല. പിറ്റ് എന്ന് പറഞ്ഞാല് കുഴികള്. ഇറ്റ് മീൻസ് കുഴികള്. അതുപോലെ സ്റ്റമ്പുകൾ എന്ന് പറഞ്ഞാല് ഈ കുറ്റികൾ കേട്ടോ, കുറ്റികൾ. ഓക്കെ, സ്റ്റമ്പ് മീൻസ് കുറ്റികൾ. അപ്പൊ നമുക്ക് നോക്കാം. Every factory need to safely cover or fence any opening in the floor, fixed vessel, tank, stump or pit that is the prospective point of danger. അല്ലെ, നമുക്കറിയാം ചിലപ്പോ എന്താണ് ഓർഗനൈസേഷനിലൊക്കെ കുഴികൾ ഉണ്ടാവും അല്ലെ, ചിലപ്പോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ കുഴികൾ എടുത്തിട്ടുണ്ടാവും, കുറ്റികൾ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടേക്ക് എന്താണ് തട്ടി വീഴാനായിട്ട് ടാങ്കുകൾ ഉണ്ടാവും, ടാങ്കിന്റെ ഉള്ളിലേക്ക് വീഴാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അല്ലെ ആളുകൾ. അപ്പൊ അതൊക്കെ ചിലപ്പോ ശ്രദ്ധിക്കാതെ ചിലപ്പോ കുറ്റി തട്ടി വീഴാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് നമുക്ക് എന്താണ്, നമുക്കൊരു സേഫ്റ്റി ആയിട്ടൊരു തടസ്സങ്ങൾ അവിടെ വെക്കണം. കുറ്റിയാണെങ്കിൽ അത് കവർ ചെയ്ത് വെക്കാം, ടാങ്ക് അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് മൂടി അത് പെർഫെക്റ്റ് ആക്കി വെക്കുക. അപ്പൊ എന്താണ് പല ആളുകളുടെയും അപകടങ്ങൾ ഉണ്ടാക്കുക ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. The state government can exempt any factory at its discretion. ഇവിടെ പറയുന്നത് എന്താണ്, സംസ്ഥാന സർക്കാരിന് അതിന്റെ വിവേചനാധികാരത്തെ ഏത് ഫാക്ടറിയെയും ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് അതിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള 12ാമത്തെ സെക്ഷൻ 33 പറയുന്നത് എന്താണ്, കുഴികള്, പിറ്റുകള് അല്ലെ, കുഴികൾ ഉണ്ടാവും, അതുപോലെ തന്നെ കുറ്റികൾ ഉണ്ടാവും, ടാങ്കുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മളിപ്പോ എന്താണ് ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പല ടാങ്കുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പല കുറ്റികള്, അതുപോലെ കുഴികൾ ചിലപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും എന്തിനെങ്കിലും. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മൂടി ക്ലിയർ ചെയ്യില്ല നമ്മള്. അല്ലെങ്കിൽ എന്താണ് ടാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് മൂടി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ കുഴികളോ അല്ലെങ്കിൽ വല്ല കുറ്റികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാങ്കുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തടസ്സം വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആളുകൾക്ക് അറിയാൻ പറ്റും തടസ്സങ്ങളോ അല്ലെങ്കിൽ വേലിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അത് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് നമുക്ക് അങ്ങോട്ട് കടക്കാൻ പാടില്ല, ഇത് കുഴിയാണ് അല്ലെങ്കിൽ ഇത് കുറ്റികളാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് അത് കവർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫെൻസിങ് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് excessive 13th one, excessive weight, section 34. Any person working in a factory is not allowed to pick up, shift and or bear a load beyond his means, and that can be a cause of injury or harm to him. The state government can recommend the maximum bearable load to be picked up, shifted or borne by an or adult man, adult woman, young man and child worker. അപ്പൊ എന്താ പറയുന്നത്, എക്സസീവ് വെയിറ്റ് അതാണ് സെക്ഷൻ 34 പറയുന്നത് അല്ലെ. നമ്മള് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയും തന്റെ കഴിവിനും അപ്പുറം ഭാരം എടുക്കാനോ മാറ്റാനോ അല്ലെങ്കിൽ ചുമക്കാനോ അനുവദിക്കുന്നതല്ല. മനസ്സിലായോ? അയാൾക്ക് അയാളുടെ വെയിറ്റിനനുസരിച്ച്, ഇപ്പൊ എനിക്ക് പറ്റുന്നത് എന്റെ വെയിറ്റിനനുസരിച്ചുള്ള ഭാരം എടുക്കാനാണ് അല്ലെ. എന്റെ വെയിറ്റിന് കൂടുതലായിട്ടുള്ള ഭാരം എടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല ഇല്ലേ? നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്, നമ്മളുടെ വെയിറ്റിനനുസരിച്ചുള്ള ഭാരമാണ് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ
എന്താണ് ഓരോ വ്യക്തിയും ഓരോ കാൻഡിഡേറ്റിനും തന്റെ കഴിവിനപ്പുറം അല്ലെ തന്റെ കഴിവിനപ്പുറം ഭാരമെടുക്കാനായിട്ട് പറ്റില്ല. ചുമക്കാനോ അതുപോലെ തന്നെ അതിൽ നിന്നും അങ്ങ് മാറ്റിവെക്കാനായിട്ടോ അല്ലെങ്കിൽ അത് ചുമക്കാനോ എടുക്കാനോ സാധിക്കുന്നില്ല, അനുവദിക്കില്ല. ഏതൊരു ആൾക്കും എന്താണ് പരിക്കേൽക്കാനോ, ഇനി ഇതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോ പരിക്കേൽക്കാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ എന്തെങ്കിലും എന്താണ് പരിക്കേൽക്കാനോ അല്ലെങ്കിൽ മുറിവേൽക്കാനോ ഒക്കെ സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ എല്ല് പൊട്ടാം, അങ്ങനെയുള്ള പല നമ്മളെ ഓവർ വെയിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാൻസസുകൾ ഉണ്ടാവാനായിട്ട് കാരണമാകുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത പുരുഷൻ, അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത സ്ത്രീ, യുവാവ്, ബാല്യവേലക്കാരൻ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് വഹിക്കാവുന്ന പരിധി പരമാവധി ഭാരം സംസ്ഥാന സർക്കാരിന് ശുപാർശ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തതനുസരിച്ച് ഇങ്ങനെയുള്ളവരാണ് പ്രായപൂർത്തിയായ പുരുഷൻ, പ്രായപൂർത്തിയായ സ്ത്രീ, യുവാവ്, ബാലവേലക്കാരൻ എന്നിവര് ഇത്രയും വെയിറ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ശുപാർശ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അവര് പറയുന്നതനുസരിച്ച് നമുക്ക് വെയിറ്റ് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ അത് ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതാണ് എക്സസീവ് വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ 12ഉം 13ഉം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ ആണോ? 12ഉം 13ഉം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം 14ാമത്തെ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്, സെക്ഷൻ 35.
The state government needs to make a provision for screens and Googles എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടകൾ കേട്ടോ, കണ്ണട, to protect the eyes of workers working in factories that have harmful particles flying in the atmosphere due to protection process due to connect with the extreme light. ഇവിടെ പറയുന്നത് അയ്യുമായിട്ട് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ആണ് അല്ലെ, സെക്ഷൻ 35 എന്ന് പറഞ്ഞാൽ കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 35. ഇവിടെ പറയുന്നത് എന്താണ്? ഉൽപാദന പ്രക്രിയ മൂലമോ തീവ്രമായ പ്രകാശമുള്ള സമ്പർക്കം മൂലമോ അന്തരീക്ഷത്തില് ഓക്കെ അബിൻഷ, ഞാൻ അറിഞ്ഞു, ജോലി കിട്ടിയ കാര്യം അറിഞ്ഞു കേട്ടോ മിസ്. എന്നോട് ഒരു കുട്ടി പറഞ്ഞു, ഞാനിപ്പോ അബിൻഷയെ കുറച്ച് നാളുകളായി കാണാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു. ഒരു കുട്ടി പറഞ്ഞു ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് എക്സാം ഒക്കെ എഴുതണോട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് ജോലി? യെസ്, ജോലി എങ്ങനെയുണ്ട്? ഓ, ടഫാണോ? ഓക്കെ, പഠിച്ചു വരണം അല്ലെ? ഓക്കെ, അത് കുറച്ച് ഒരു മാസം 2 മാസം കഴിയുമ്പോ നമ്മൾ പഠിച്ചോളും, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, വീടിന്റെ അടുത്താണല്ലേ? ഓ, സ്റ്റാഫ്. ഓക്കെ, എപ്പോ വരാൻ പറ്റും വീട്ടിലേക്ക്? എത്ര സ്റ്റാഫ് ഉണ്ട് അപ്പോ? ട്രെയിനി ആയിട്ട് മോള് മാത്രമേ ഉള്ളൂ, 5ലേക്ക്? ആരുമില്ല, ട്രെയിനിങ് തരാനായിട്ട് ആരുമില്ല. അതെ, അപ്പോ ഇത് ഒരു DTP സെന്റർ ആണ്. ഒരു കടമുറി ആയിട്ടാണ് എടുത്തേക്കണേ. ഇവിടെ കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാളെ ആവശ്യമെന്ന് പറഞ്ഞായിരുന്നു കൊണ്ട് വന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് തന്നെ ആരുമില്ല. അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഒരു ഇതായിട്ട് ഇന്നുണ്ട്, കുഴപ്പമില്ല. അതെ, മിസ് അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ തിരക്കില്ലാത്ത കാരണം കൊണ്ട് കയറിയതാ. ക്ലാസ് എടുക്കട്ടെ. റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ അബീഷ. കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? 14ാമത്തെ പോയിന്റ് ആണ് അല്ലെ? എന്താണ്? കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ലോയാണ് അവിടെ പറഞ്ഞത്, സെക്ഷൻ 35. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉൽപാദന പ്രക്രിയ മൂലമോ അതുപോലെ തന്നെ തീവ്രമായിട്ടുള്ള പ്രകാശമുള്ള സമ്പർക്കം മൂലമോ അന്തരീക്ഷത്തില് ദോഷകരമായിട്ടുള്ള കണികകൾ മൂലമോ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് അല്ലേ, ചിലപ്പോ വല്ല ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നമ്മൾ പറഞ്ഞത് തീവ്രമായിട്ടുള്ള പ്രകാശങ്ങള് അതുപോലെ തന്നെ ദോഷകരമായിട്ടുള്ള വല്ല പ്രകാശങ്ങളോ കണികകളൊക്കെ മൂലം കണ്ണിന് പ്രോബ്ലംസ് വരാം ഇല്ലേ? ഫാക്ടറിയിൽ നിന്ന് തന്നെ എംപ്ലോയീസിന് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, പല പ്രോബ്ലംസും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? നമ്മള് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? അവർക്ക് സ്ക്രീനുകൾ അതുപോലെ തന്നെ കണ്ണടകള് പ്രമോട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? കണ്ണടകളും സംസ്ഥാന സർക്കാർ ഒരുക്കേണ്ടതുണ്ട്. അതാണ് അവിടെ പറയുന്നത്. എന്ത് ചെയ്യണം? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫാക്ടറീസിൽ ആളുകൾക്ക് പല കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതെന്ത് ചെയ്തു കൊടുക്കണം? അവർക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം അല്ലെ? കണ്ണിനുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ക്രീനുകൾ അല്ലെങ്കിൽ ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ കണ്ണടകള് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
എന്താണ് അവർക്ക് നല്ല രീതിയിൽ അവരുടെ പെർഫെക്റ്റ് ആയിട്ട് ജോലികൾ ചെയ്യാനായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത് കേട്ടോ. സെക്ഷൻ 35. Next ആണ് the 15th one, precautions against dangerous gases, fumes or others. Fumes എന്ന് പറഞ്ഞാൽ എന്താണ്? പുക. Section 36. A worker is not permitted to enter into any tank, chamber, vent, pipe, fuel, or any other restricted place that might contain poisonous fumes. That poisonous fumes എന്ന് പറഞ്ഞാല് വിഷമായിട്ടുള്ള പുകകൾ, വിഷമലിനമായിട്ടുള്ള പുകകൾ, വിഷമുള്ള പുകകൾ. That are hazards for the workers. He can go into such place any if the manhole is of appropriate circumferences, there and there is a proper entry to it. He can go into such a place only when all measures have been employed by removing any fumes present inside the place. He should also be equipped with appropriate breathing equipment, reviving equipment, and ropes and belts should be kept ready for any crisis. The workers should be sincerely taught the use of these equipment and respiration training techniques. The state government can recommend the circumference of manholes and can also provide any exceptions is decided. അപ്പൊ എന്താണ് ഈ സെക്ഷൻ 36 പറയുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തൊഴിലാളിക്ക് അപകടകരമായിട്ടുള്ള ഏതെങ്കിലും ടാങ്ക്, ചേംബർ, പൈപ്പ്, ഫ്യൂ അങ്ങനെയുള്ള വിഷപ്പുകകൾ അടങ്ങിയിരിക്കുന്ന മറ്റേതെങ്കിലും നിയന്ത്രിത സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഓക്കെ, വിഷപ്പുകളൊക്കെ അടങ്ങിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഒരാളെ അനുവദിക്കില്ല. മാൻഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാൻഹോൾ എന്ന് പറഞ്ഞാല് ജലധാരയില് ആളിറങ്ങുന്ന ദ്വാരം ഉണ്ടാവില്ലേ? നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? വലിയൊരു ദ്വാരം, അവിടെ കൂടി എന്താണ് ആളുകൾ ഇങ്ങനെ കിടക്കുന്നത് ഇല്ലേ? എഴുന്നേറ്റ് പോകുന്നത്, കടന്നു പോകുന്നതൊക്കെ ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ളത് തന്നെയാണ് മാൻഹോൾ എന്ന് പറയുന്നത്. മാൻഹോളിന്റെ ചുറ്റളവ് ഉചിതമായതും അതിലേക്ക് ശരിയായ പ്രവേശനവും ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അത്തരം ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ഹോളിൽ കൂടി കടന്നു പോകാനായിട്ട് പറ്റുള്ളൂ. സ്ഥലത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന പുക നീക്കം ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അയാൾക്ക് അത്തരം ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് ആ പുക നീക്കം ചെയ്യണം. വിഷപ്പുകകളാണ്, അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഫക്റ്റുകൾ ഉണ്ടാവും അല്ലെ? ഹെൽത്തിനെ ബാധിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ആ കറക്റ്റ് ആയിട്ടുള്ള ആ പുക നീക്കിയതിനു ശേഷം മാത്രമേ അയാൾക്ക് അതിലൂടെ പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. ഉചിതമായിട്ടുള്ള ശ്വസന ഉപകരണങ്ങൾ അല്ലെ? അയാൾക്ക് എന്ത് വേണം? ഈ വിഷപ്പുകകള് അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് രീതിയിൽ ഓക്സിജൻ കിട്ടാത്തതിന്റെ അളവൊക്കെ എന്താണ് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ശ്വസന ഉപകരണങ്ങളും അയാൾക്ക് ഉണ്ടായിരിക്കണം. പുനർജീവിപ്പിക്കാൻ ഉപകരണങ്ങള്, ടയർ, ബെൽറ്റുകള് ഏത് പ്രതിസന്ധിയിലും എന്താണ് തയ്യാറാക്കി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഉപകരണങ്ങളുടെ ഉപയോഗം ശ്വസന പുനഃസ്ഥാപന സാങ്കേതിക വിദ്യയിലൂടെയും തൊഴിലാളികളെ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും അത്യാവശ്യമാണ്. പഠിപ്പിക്കുകയും വേണം. ഓരോരുത്തരെയും ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു പുനഃസാങ്കേതിക വിദ്യകള് തൊഴിലാളികളെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയുള്ള എംപ്ലോയീസിനെ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത് ഓരോ എംപ്ലോയീസിനെ പഠിപ്പിക്കേണ്ടത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാൻഹോളുകളുടെ ചുറ്റളവ് ശുപാർശ ചെയ്യാനും ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഇളവുകൾ നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയും. ഓക്കെ, കാര്യങ്ങളാണ് ആ 15th വണ്ണിൽ വരുന്നത് കേട്ടോ. സെക്ഷൻ 36. ഓക്കെ,
14th 1 15th 1 ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? ഇത്രയും വരെ സെക്ഷൻ 36 വരെയാണ് എടുത്തത്. ഓക്കെ ആണോ? വായിച്ചു വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ചു വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. Okay, thank you.